വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെബറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനായ അതോറിറ്റിയെ കുറിച്ച് നോക്കാം. ഇവിടെയാണ് വെബർ പവറും ഡൊമിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. അക്കോർഡിംഗ് ടു വെബർ, പവർ ഈസ് ദ എബിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയാണ് പവർ എന്ന് പറയുന്നത്. ഡൊമിനേഷൻ അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് എ റൂളർ ടു ഇഷ്യൂ കമാൻഡ്സ് ടു അതേഴ്സ്. ഇതാണ് പവറും അതുപോലെ ഡൊമിനേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ദ ലെജിറ്റിമേറ്റ് അതോറിറ്റി ഇസ് എ സെൻട്രൽ തീം ഓഫ് വെബർ ഇൻ പൊളിറ്റിക്കൽ റൈറ്റിംഗ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു സെൻട്രൽ തീമാണ് ഈ ലെജിറ്റിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു 3 തരത്തിലുള്ള അതോറിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ട്രഡീഷണൽ അതോറിറ്റി, ലീഗൽ അതോറിറ്റി ആൻഡ് കരിസ്മാറ്റിക് അതോറിറ്റി. എന്താണ് ട്രഡീഷണൽ അതോറിറ്റി? ട്രഡീഷണൽ അതോറിറ്റി മീൻസ് വെൻ legitimacy is based on traditions and customs. In the case of traditional authority, the leaders obtain their power from inherited right. അതായത് പഴയ മൊനാർക്കി സിസ്റ്റം, ഫ്യൂഡൽ സംവിധാനം, അതൊക്കെയാണ് ട്രഡീഷണൽ അതോറിറ്റിക്ക് എക്സാമ്പിൾ. അതോറിറ്റി ഈസ് ട്രഡീഷണൽ. എപ്പോഴാണ് അതോറിറ്റി ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്നത്, ആ ടൈപ്പ് ഓഫ് അതോറിറ്റിയെയാണ് ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. പണ്ടുള്ള രാജഭരണം, ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണം, മൊനാർക്കി സിസ്റ്റം, ഇതൊക്കെയാണ് ട്രഡീഷണൽ അതോറിറ്റിക്കുള്ള ബെസ്റ്റ് എക്സാമ്പിൾ. പണ്ടുള്ള പാട്രിയാർക്കിക്കൽ സൊസൈറ്റി, പിതൃദായക കുടുംബം, അതൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ട്രഡീഷണൽ അതോറിറ്റിക്ക് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. അതോറിറ്റി ഈസ് ട്രഡീഷണൽ വെൻ ലെജിറ്റിമസി ഈസ് ബേസ്ഡ് ഓൺ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ്. അതാണ് ട്രഡീഷണൽ അതോറിറ്റി. Legal authority is based on certain laws and principles. Modern democratic system are the best example of legal authority. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ലീഗൽ അതോറിറ്റിക്കുള്ള പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ലീഗൽ അതോറിറ്റി: പവർ ഈസ് ബേസ്ഡ് ഓൺ ലോസ്, ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, റിട്ടൺ ആൻഡ് പ്രിസ്ക്രൈബ്ഡ് ലോസ്, individual selection based on quality and qualifications. അതുപോലെ ലീഗൽ അതോറിറ്റി പ്രൊമോട്ട് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ലീഗൽ അതോറിറ്റി ഗിവ്സ് മോർ ഫ്രീഡം ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഫോർമൽ ഇൻ നേച്ചർ. കാൻഡിഡേറ്റിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ക്വാളിഫിക്കേഷൻ്റെയും എക്സാമിൻ്റെയും അടിസ്ഥാനത്തിൽ. ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, കൃത്യമായിട്ട് ലോ ഉണ്ടായിരിക്കും, ജുഡീഷ്യറി ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഒരു ലീഗൽ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് കരിസ്മാറ്റിക് അതോറിറ്റി. കരിസ്മ മീൻസ് സൂപ്പർ നാച്ചുറൽ ഓർ സൂപ്പർമാൻ. ദ കരിസ്മാറ്റിക് ലീഡർ ഹാവ് ദ പവർ ടു സോൾവ് ദ സോഷ്യൽ ഇഷ്യൂസ്. ഒരു കരിസ്മാറ്റിക് ലീഡറിന് സമൂഹത്തിൽ നടക്കുന്ന ഇഷ്യൂസ് പരിഹരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ എബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ കരിസ്മാറ്റിക് അതോറിറ്റിയുടെ ഒരു കരിസ്മാറ്റിക് ലീഡർ ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എബിലിറ്റിയാണ്. ഗാന്ധിജി, ഹിറ്റ്ലർ പോലുള്ള ആളുകളൊക്കെയാണ് കരിസ്മാറ്റിക് അതോറിറ്റിക്കുള്ള ബെസ്റ്റ് എക്സാമ്പിൾ. മഹാത്മാഗാന്ധിജിക്കൊക്കെ ഒരു ഇൻഡിവിജ്വൽ എബിലിറ്റി ഉണ്ടായിരുന്നു. സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കൃത്യമായി ഇടപെടാനും ഒക്കെ ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു, ഒരു സ്കില്ല് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കരിസ്മാറ്റിക് ലീഡർ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എബിലിറ്റിയാണ്. അക്കോർഡിംഗ് ടു വെബർ, കരിസ്മാറ്റിക് അതോറിറ്റി എമർജസ് ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് സോഷ്യൽ ക്രൈസിസ്. എപ്പോഴാണ് സമൂഹത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നത്, അപ്പോഴാണ് കരിസ്മാറ്റിക് അതോറിറ്റി ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിറ്റ്ലർ കം ടു പവർ വെൻ ജർമ്മനി ഫേസ്ഡ് ദ എക്കോണമിക് ക്രൈസിസ്. ഹിറ്റ്ലർ അധികാരത്തിൽ വന്നത് ജർമ്മനിയിലെ ഒരു എക്കോണമിക് ക്രൈസിസ് ഉണ്ടായപ്പോഴാണ്. അപ്പോൾ വെബർ പറയുന്നത് ഒരു കരിസ്മാറ്റിക് അതോറിറ്റി എമർജ് ചെയ്യുന്നത് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് സോഷ്യൽ ക്രൈസിസ്. മഹാത്മാഗാന്ധി കരിസ്മാറ്റിക് അതോറിറ്റിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇതാണ് അതോറിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. എന്താണ് അതോറിറ്റി, എന്താണ് പവറും ഡൊമിനേഷനും തമ്മിലുള്ള വ്യത്യാസം അക്കോർഡിംഗ് ടു വെബർ, ആൻഡ് 3 ടൈപ്സ് ഓഫ് അതോറിറ്റി: ട്രഡീഷണൽ അതോറിറ്റി, ലീഗൽ അതോറിറ്റി ആൻഡ് കരിസ്മാറ്റിക് അതോറിറ്റി. ഇനി വെബറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഐഡിയൽ ടൈപ്പ് ഈസ് എ മെത്തഡോളജിക്കൽ ടൂൾ യൂസ്ഡ് ബൈ മാക്സ് വെബർ ഇൻ ദ സ്റ്റഡി ഓഫ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി സോഷ്യൽ സയൻസ്. ആക്ച്വലി ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിക്കൽ ടൂളാണ്. വെബർ ഉപയോഗിച്ച ഒരു ടൂളാണ്
ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഐഡിയൽ ടൈപ്പ് ഈസ് എ മെത്തേഡ് ഓർ ടൂൾ കമ്പയറിങ് an actual condition with it is assumed ideal condition. ഒരു ആക്ച്വൽ കണ്ടീഷനെ ഒരു അസ്യൂം ചെയ്ത ഒരു ഐഡിയൽ കണ്ടീഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു ഐഡിയൽ ടൈപ്പും നമ്മുടെ ആക്ച്വൽ കണ്ടീഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തത്. ഐഡിയൽ ടൈപ്പ് ഈസ് എ മെത്തേഡ് ഓർ ടൂൾ കമ്പയറിങ് an actual condition with it is assumed ideal condition. അതാണ് ഐഡിയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. വെബർ യൂസ്ഡ് കമ്പാരിറ്റീവ് മെത്തേഡ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഫിനോമിന ബേസ്ഡ് ഓൺ ഐഡിയൽ ടൈപ്പ്. ഐഡിയൽ ടൈപ്പ് ഈസ് എ ഡിവൈസ് ഫോർ കമ്പാരിസൺ ആൻഡ് മെഷർമെൻറ്റ്. ഐഡിയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കമ്പാരിസനും അതുപോലെ മെഷർമെൻറ്റിനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഒരു ഐഡിയൽ ടൈപ്പും അതുപോലെ ഒരു ആക്ച്വൽ കണ്ടീഷനുമായിട്ട് താരതമ്യം ചെയ്യാൻ, കമ്പയർ ചെയ്യാനാണ് അദ്ദേഹം ഈ ഒരു ടൂള് ഉപയോഗിച്ചത്, ഐഡിയൽ ടൈപ്പ് എന്നുള്ളൊരു ടൂൾ ഉപയോഗിച്ചത്. ഈ ഐഡിയൽ ടൈപ്പിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഐഡിയൽ ടൈപ്പ് ആർ മെൻ്റൽ കൺസ്ട്രക്ഷൻ. ഐഡിയൽ ടൈപ്പ് ഒരിക്കലും ഒരു റിയാലിറ്റി അല്ല, അത് ഒരു മെൻ്റൽ കൺസ്ട്രക്ഷനാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഐഡിയൽ ടൈപ്പ്. ഒരു ഐഡിയൽ ആയിട്ടുള്ള അധ്യാപകൻ ഇങ്ങനെ ആയിരിക്കണം, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഐഡിയൽ ടൈപ്പ് ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ഫാൻസി. ഡസ് നോട്ട് എക്സാക്ട്ലി കറസ്പോണ്ട് ടു റിയാലിറ്റി. അതിപ്പോൾ റിയാലിറ്റിയുമായിട്ട് അത്ര ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തീരെ ബന്ധം ഉണ്ടാവില്ല. അത് ഒരു കൺസ്ട്രക്ഷൻ, മെൻ്റൽ കൺസ്ട്രക്ഷൻ മാത്രമാണ്. ഇറ്റ് ഇസ് എ തിയററ്റിക്കൽ ടൂൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് റിയാലിറ്റി. ഒരു തിയററ്റിക്കൽ ടൂളാണ് ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സമുദായ റിയാലിറ്റി മനസ്സിലാക്കാൻ കമ്പയർ ചെയ്തിട്ട് ഒരു ആക്ച്വൽ കണ്ടീഷനും അതുപോലെ അസ്യൂം ചെയ്ത ഒരു ഐഡിയൽ കണ്ടീഷനും തമ്മിൽ താരതമ്യം ചെയ്ത് ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു തിയററ്റിക്കൽ ടൂൾ മാത്രമാണ് ഐഡിയൽ ടൈപ്പ്. ഇത്രയാണ് ഐഡിയൽ ടൈപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അത് ഒരു മെത്തേഡാണ്, ഒരു ടൂളാണ് കമ്പയർ ചെയ്യാൻ, ഒരു ആക്ച്വൽ കണ്ടീഷനും ഐഡിയൽ ആയിട്ടുള്ള ഒരു അസ്യൂംഡ് കണ്ടീഷനും തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി വെബർ ഡെവലപ്പ് ചെയ്തൊരു ടൂളാണ് ഐഡിയൽ ടൈപ്പ്. വെബറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് റാഷണാലിറ്റി. റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ റാഷണാലിറ്റി ഹാസ് റാഷണലൈസ്ഡ് അവർ ഫീലിങ്സ്, പാഷൻസ് ആൻഡ് പ്രാക്ടീസസ്. നമ്മുടെ ഫീലിങ്ങിനെയും പാഷനെയും നമ്മുടെ ഐഡിയാസിനെയും എല്ലാം റാഷണലാക്കും, കൃത്യമായിട്ട് റീസൺ വെച്ചിട്ട്. റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനേയും റീസണിനോട് കൂടി കാണുക, യുക്തിയോട് കൂടി കാണുക, അതാണ് റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ. Rationality refers to the capacity of social action to take up a methodological orientation to reality. അതായത് റാഷണാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് വെബർ ഉപയോഗിച്ചിട്ടുണ്ട്. The Protestant ethics and spirit of capitalism is the result of systematic of rationalization. Protestant ethics and spirit of capitalism എന്ന് പറഞ്ഞ ആ ഒരു പുസ്തകത്തിൽ റാഷണാലിറ്റി എന്നുള്ള ആ ഒരു ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വെബർ പറയുന്നുണ്ട്. ഈ ഒരു വർക്ക് റാഷണാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. അത് ഏറ്റവും അവസാന ഭാഗത്ത് പറയാം. ദ പ്രസൻറ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഈസ് ദ റിസൾട്ട് ഓഫ് റാഷണലൈസേഷൻ ഇൻ തോട്ട് ആൻഡ് ആക്ഷൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഇന്ന് നമ്മൾ കാണുന്ന ഇൻഡസ്ട്രിയൽ സൊസൈറ്റി യഥാർത്ഥത്തിൽ റാഷണലൈസേഷൻ്റെ റിസൾട്ടാണ്. മനുഷ്യൻ യുക്തിപൂർവ്വം ചിന്തിച്ചതിൻ്റെ റിസൾട്ടാണ് ഇന്ന് കാണുന്ന ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൾസോ ദ റിസൾട്ട് ഓഫ് റാഷണൽ തിങ്കിങ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റും റാഷണൽ തിങ്കിങ്ങിൻ്റെ പ്രൊഡക്റ്റാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വർക്കായ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന വർക്കിനെ കുറിച്ച് പറയാം. ഈ വർക്കിൻ്റെ ചെറിയൊരു സമ്മറിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വെബർ wrote the Protestant ethics and spirit of capitalism to show the relationship between economic activity and religious practice. Through the Protestant ethics and spirit of capitalism, Max Weber tried to examine the relationship between economy and religion. എക്കോണമിയും അതുപോലെ റിലീജിയനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ എക്സാമിൻ ചെയ്യുന്നത്. He studied two religious doctrine and their approaches, Catholicism and Protestant ethics. പ്രൊട്ടസ്റ്റാനിസം എന്ന് പറയുന്ന ആ ഒരു വിഭാഗവും അതുപോലെ കത്തോലിക്ക വിഭാഗവും
ഇവരുടെ അപ്രോച്ചുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവരുടെ എത്തിക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, റിലീജിയസ് ഐഡിയോളജി തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് അദ്ദേഹം ഈ ഒരു ബുക്കിലൂടെ പ്രധാനമായിട്ടും എക്സാമിൻ ചെയ്യുന്നത്. പ്രൊട്ടസ്റ്റാനിസം ഈസ് ബേസ്ഡ് ഓൺ റാഷണാലിറ്റി. പ്രൊട്ടസ്റ്റാനിസം ആ ഒരു വിഭാഗം ബേസ് ചെയ്തിരിക്കുന്നത് റാഷണാലിറ്റിയിലാണ്. അറ്റ് ദ സെയിം ടൈം ദ കത്തോലിസം ഇസ് റിലീജിയസ് വൺ. ഈ കത്തോലിക് വിഭാഗത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വന്നവരാണ് പ്രൊട്ടസ്റ്റാനിസം. അവർ കുറച്ചുകൂടി റാഷണലായിട്ട് ചിന്തിക്കുകയും കുറച്ചുകൂടി പ്രോഫിറ്റ് ഓറിയൻറ്റഡായി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് പ്രൊട്ടസ്റ്റാനിസം. അതേസമയത്ത് കത്തോലിക്ക വിഭാഗം എന്ന് പറയുന്നത് പ്യുവർ റിലീജിയസ് ആയിട്ട് ഗോഡാണ് അൾട്ടിമേറ്റ് സോവേർജിൻ പവർ, അൾട്ടിമേറ്റ് പവർ ഗോഡാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് കത്തോലിക്ക വിഭാഗം. അതിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് പുറത്തു വന്നവരാണ് പ്രൊട്ടസ്റ്റാനിസം. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, റിലീജിയസ് ഐഡിയോളജി തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് എങ്ങനെയെങ്കിലും എക്കോണമിക് ആക്ടിവിറ്റിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് മാക്സ് വെബ് എക്സാമിൻ ചെയ്യുന്നത്. The original text was composed in 1904 and 1905 and this work translated to English for the first time the American sociologist Talcott Parsons in 1930. It is considered as a founding text in economic sociology. ഈ ഒരു വർക്ക് എക്കോണമിക് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടാണ്. അതുമാത്രമല്ല ഈ ഒരു വർക്ക് എക്കോണമിക് സോഷ്യോളജീൻ്റെ ഫൗണ്ടിങ് ടെസ്റ്റായിട്ടുമാണ് അറിയപ്പെടുന്നത്. ത്രൂ ദിസ് ബുക്ക് he argued that Protestant ethics was important force behind the unplanned and uncoordinated emergence of modern capitalism, and he tried to understand the interaction between religious idea and economic activities. അതായത് അദ്ദേഹം പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുണ്ടായിരുന്ന അവരുടെ എത്തിക്സ്, അവരുടെ ഐഡിയ കാരണം അവരുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും ക്യാപിറ്റലിസം വളർന്നു വന്നു. അവരുടെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ, അവരുടെ റിലീജിയസ് ഐഡിയ എന്ന് പറഞ്ഞാൽ, പ്രൊട്ടസ്റ്റാനിസത്തിൻ്റെ റിലീജിയസ് ഐഡിയ ഓർ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ടൈം ഈസ് മണി ആൻഡ് വർക്ക് ഈസ് വർക്ക്ഷിപ്പ്. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും അവരുടെ സ്ലോഗൻ അല്ലെങ്കിൽ റിലീജിയസ് എത്തിക്സ് എന്ന് പറയുന്നത്. സമയം എന്ന് പറയുന്നത് പൈസയാണ്, അതായത് ഓരോ സമയവും വിലപ്പെട്ടതാണ്. വർക്ക് ഈസ് വർക്ക്ഷിപ്പ്, അതായത് ഹാർഡ് വർക്ക് ചെയ്യുക, എന്നാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ റിവാർഡ് കിട്ടുക. ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു റിലീജിയസ് എത്തിക്സ് ആണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന് ഉണ്ടായിരുന്നത്. അതേ സമയത്ത് കത്തോലിക്ക വിഭാഗത്തിന് പ്യുവർ റിലീജിയസ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും പ്രൊട്ടസ്റ്റാനിസം എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൻ്റെ ഇടയിൽ ക്യാപിറ്റലിസം വളർന്നു വന്നു. കാരണം എന്താ? കാരണം അവരുടെ റിലീജിയസ് എത്തിക്സ് ആണ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റിന് ആവശ്യം. വർക്ക് ഈസ് വർക്ക്ഷിപ്പ്, പ്രോഫിറ്റ് ഓറിയൻറ്റഡ്, ഹാർഡ് വർക്ക് പോലുള്ള ആ ഒരു റിലീജിയസ് എത്തിക്സ് ആണ് ക്യാപിറ്റലിസം വളരാൻ വേണ്ട സംഗതികൾ, അല്ലെങ്കിൽ ക്യാപിറ്റലിസം അവരുടെ ഇടയിലാണ് വളരുക. അതേസമയത്ത് കത്തോലിക് വിഭാഗത്തിൻ്റെ ഇടയിൽ വളരില്ല ക്യാപിറ്റലിസം, കാരണം അവർ ഒരു പ്യുവർ റിലീജിയസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത് there is a close relationship between religious ethics or idea and economic activity. റിലീജിയസ് ഐഡിയയും എക്കോണമിക് ആക്ടിവിറ്റിയും തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക് ഇന്ത്യയിലും. ഇന്ത്യയിൽ ക്യാപിറ്റലിസം എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ അത്ര ക്യാപിറ്റലിസം ഇവിടെ ഡെവലപ്പ് ചെയ്യാത്തത് എന്നുള്ളതിന് ആൻസർ ഇത് തന്നെയാണ്. കാരണം ഇന്ത്യയിലെ റിലീജിയസ് ഐഡിയ എന്ന് പറയുന്നത് കർമ്മ, മോക്ഷ അതുപോലുള്ള സംഗതികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കർമ്മം, മോക്ഷം, അതുപോലെ പുണ്യം, അതുപോലുള്ള റിലീജിയസ് ഐഡിയ ആണ് ഇവിടെ ഉള്ളത്. ഒന്നും കൂടിയും റിലീജിയസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കൾച്ചറാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ അതേ സമയത്ത് വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെയല്ല. ഒന്നുകൂടി ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റിക്കും അതുപോലെ കുറച്ചുകൂടി റാഷണൽ തിങ്കിങ്ങിനും ഒക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് വെസ്റ്റേൺ സൊസൈറ്റി. ഒന്നുകൂടി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമാണ് വെസ്റ്റേൺ സൊസൈറ്റി. സ്വാഭാവികമായിട്ടും അവിടെ ക്യാപിറ്റലിസം വളർന്നു വന്നു, ഇന്ത്യയിൽ ക്യാപിറ്റലിസം വളർന്നു വന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ക്യാപിറ്റലിസം സ്ലോ ആയത്? വെസ്റ്റേൺ കൺട്രീസിനെ
കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ക്യാപിറ്റലിസം സ്ലോ ആയത് എന്നുള്ളതിൻ്റെ ആൻസർ ഈ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന മാക്സ് വെബറിൻ്റെ ഈ ഒരു വർക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയസ് എത്തിക്സ് ആൻഡ് എക്കോണമിക് ആക്ടിവിറ്റി. ഇതാണ് ഈ ഒരു പുസ്തകത്തിലെ കോർ പോയിന്റ് എന്ന് പറയുന്നത്. മാക്സ് വെബർ ഒരു ജർമ്മൻ ഫിലോസഫറാണ്. സോഷ്യോളജിക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു തിങ്കറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് വർക്കുകൾ ഞാൻ ഫസ്റ്റ് മുതൽക്ക് പറഞ്ഞു. സോഷ്യൽ ആക്ഷൻ, അതുപോലെ അതോറിറ്റി, 3 types ഓഫ് അതോറിറ്റി ആൻഡ് ഐഡിയൽ ടൈപ്പ്, ബ്യൂറോക്രസി ആൻഡ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. ഈ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എക്കോണമിക് സോഷ്യോളജി. എക്കോണമിക് സോഷ്യോളജി എന്നൊരു ബ്രാഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. അതുപോലെ ഇൻ്റർപ്രറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ആ ഒരു ടേം, സോഷ്യോളജിയിലെ എന്ത് കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു ഒബ്സർവേഷനിലൂടെയോ ജസ്റ്റ് ഒരു വ്യക്തിയെ കാണുന്നതിലൂടെയോ അല്ലെങ്കിൽ സമൂഹത്തെ കാണുന്നതിലൂടെയോ നമുക്ക് സോഷ്യോളജി മനസ്സിലാക്കാൻ കഴിയില്ല, സൊസൈറ്റിയെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറും ആക്ഷൻസും സൊസൈറ്റിയിലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്തത് മാക്സ് വെബർ ആണ്.